അസ്സാമിൽ പൗരത്വ നിയമം നടപ്പിലാക്കി തുടങ്ങി എന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസ്സാമിൽ നടന്ന ഒരു സംഭവത്തിൽ 10-28ഓളം ബംഗാളി മുസ്ലിങ്ങളെ ചില ഒപ്പുകൾ ഇടാനുണ്ടെന്ന് പറഞ്ഞ് SP ഓഫീസിലേക്ക് വിളിച്ച് വരുത്തിയതിനു ശേഷം അവരെ ബലമായി ബസ്സിൽ കയറ്റിക്കൊണ്ട് തടങ്കൽ പാളയത്തിൽ അടച്ചുവെന്നാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിയ സംഭവമായിരുന്നു CAA-യും NRC-യും. ഇതിനെതിരായ വൻ പ്രതിഷേധം രാജ്യത്ത് അരങ്ങേറി. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് മാറി. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അസ്സാമിൽ NRC നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലവിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. വിവിധ ആളുകൾ സംഘടനകൾ നൽകിയ ഹർജികൾ നിലനിൽക്കുന്നുണ്ട് ഈ നിയമത്തിനെതിരായി. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അസ്സാമിൽ നിന്നും ഇത്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. দল করি আমসুকরি রাইজের দল যাই হোক কি হবে আর যে মানুষটা নিচে এই মানুহটো হল কুমালবাৰীৰ গুমাৰ মানুহ ই কিবা কাৰণত নদী ভাঙাৰ পিছত আহি বৰবাৰীতে ঘৰ কৰাৰ পিছত কিন্তু বৰ্তমান গুমাত তাত ভোট চলি আছে। কিন্তু বৰবাৰীতে এই ঘৰ কৰাৰ কাৰণে 97 তাৰ ভোটটো দি হৈ যায়। দি হোৱাৰ পিছত তাৰ ভণ্টিৰ ভোটটো দি হৈ যায়। দি হোৱাৰ পিছত তাৰ ভণ্টিৰ ভোট সেই কাগজেৰে ভোটটো ঠিক হৈ যায়। ই তাৰমানে নদী ভাঙাৰ পিছত আকৌ নদী ভাঙাৰ পিছত সেই কাল দৰং ডিষ্ট্ৰিক্টত তাতে যাই ঘৰ বস্তি কৰি আছে বা কিবা খেতি খোলা কৰি তাতে বসবাস কৰি আছে। ইফালে তাৰ মাটি নাই, চব মাটি ঘৰত নদী খহাই উঠাই লৈ গৈছে। যেতিয়া আৰু হাকিমে তাৰ কেছটো চলি আছে, মেজিষ্ট্ৰেটে সুধিছে যে আপুনি ক'ত থাকে। সি মানুহটো কৈছে যে আমি দৰং ডিষ্ট্ৰিক্টত থাকোঁ, আমি পৰিয়ালটো লৈ তাতে কিবা অপাৰেশ্যন কৰি আছোঁ। সেইকাৰণে সেই കേছটো তাৰ বেয়া কৰি ফেলছে। সেইকাৰণত വളരെ വേദനാജനകമായ കാഴ്ചകളാണ് രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളോ നടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ കൂടി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസ്സാം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. തീർച്ചയായും 19 ലക്ഷത്തോളം ആളുകളാണ് അവിടെ NRC-യുടെ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. അതായത് പൗരത്വ പട്ടിക ഉണ്ടാക്കിയപ്പോൾ 19 ലക്ഷം ആളുകൾക്കാണ് അസ്സാമിൽ പൗരത്വം നഷ്ടപ്പെട്ടത്. അതിൽ 6.5 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് CAA നിയമം കൊണ്ടുവന്നത്. അതായത് അടുത്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കുക എന്നതാണ് പൗരത്വ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പൗരത്വ നിയമത്തിൽ വന്നതിന് ശേഷം ആരും അങ്ങനെ അപേക്ഷയുമായിട്ട് പോയിട്ടില്ല. ഈ അസ്സാമിലും അത് തന്നെയാണ് അവസ്ഥ. അവിടെ ആരും അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 28 മുസ്ലിങ്ങളെ ഇപ്പോൾ അവിടുത്തെ തടങ്കൽ പാളയത്തിൽ അടച്ചിരിക്കുകയാണ്. അവിടെ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. പോലീസിന് സ്റ്റേഷനിൽ SP ഓഫീസിൽ ഒപ്പിടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിളിച്ചു വരുത്തുകയും തുടർന്ന് ഇവരെ ഈ രീതിയിൽ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഈ പ്രശ്നമുയർത്തിക്കൊണ്ട് അസദുദ്ദീൻ ഒവൈസി MP അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായും
വളരെ വേദനാജനകമായ കാഴ്ചകളാണിത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം കൂടപ്പിറപ്പുകളെ തടങ്കൽ പാളയത്തിലേക്ക് പൗരത്വം നിഷേധിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. ഇത്തരം CA NRC സംഭവങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയാൽ രാജ്യത്തെല്ലായിടത്തും ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് അസദുദ്ദീൻ ഉവൈസി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CA NRC സമരം ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു സംഗതി തിരിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അസ്സാമിലാണ് ഇത് ആദ്യം നടപ്പിലാക്കിയതെങ്കിലും രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ മുമ്പത്തെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. അത് നടപ്പിലാക്കാൻ തുടങ്ങിയോ എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭീതിയിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവം കൂടിയാണിത്. രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കുമോ, അതല്ല അതിന് സുപ്രീം കോടതിയിൽ മറ്റൊരു തീരുമാനമുണ്ടാകുമോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാഴ്ചയാണ്. തീർച്ചയായും ഈ കാഴ്ചകൾ വളരെ വേദനാജനകമാണ്.